بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, യുവാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മർക്കസു ദാരിൽ അശ്അരിയ എന്ന ഈ മഹത്തായ സ്ഥാപനം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അറിവുകൾ നൽകുന്നതിനും ഈമാനും ഇസ്ലാമും ജനങ്ങളിൽ ഉണ്ടാക്കി തീർക്കുന്നതിനും മുസ്ലിം ഉമ്മത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. മഹാനായ സൂരിബൈൽ ഉസ്താദ് അവറുകൾ ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആദരണീയനായ ഒരു വ്യക്തിയായിരുന്നു. മഹാനവറുകളുടെ ആണ്ടനുസ്മരണത്തോടനുബന്ധിച്ച് ഈ സ്ഥാപനത്തിൻ്റെ വിപുലമായ ഒരു പരിപാടിയും കൂടിയാണ് നടക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇൻഷാ അല്ലാഹ് ശേഷം ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളടക്കം ധാരാളം സയ്യിദന്മാരും ആലിമീങ്ങളും എല്ലാം നിങ്ങൾക്ക് നേതൃത്വം നൽകാനും നിങ്ങളോട് സംസാരിക്കാനും അല്ലാഹുവിനോട് ദുആ ചെയ്യാനും ഈ മജ്ലിസിൽ ഉണ്ട്. ഞാൻ വളരെ നീണ്ട ഒരു യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടും യാത്ര തീരാതെ ഇനി ഇവിടെ നിന്ന് 10 മണിയുടെ ട്രെയിനിന് നേരത്തെ ആസനക്ക് ടിക്കറ്റ് എടുത്തതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഖാഫി പറഞ്ഞതുപോലെ നീണ്ട പ്രസംഗം ഇപ്പോൾ നിവൃത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാനും നിങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ പാവപ്പെട്ട അടിമകളാണ്. അള്ളാഹു ജല്ല ജലാലുഹു ലോകത്തുള്ള മുഴുവനും സൃഷ്ടികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശല്യം ചെയ്തിരുന്ന ശത്രുക്കൾ അവിടുത്തെ കഴുത്തിൽ മുണ്ടിട്ട് ഞെരിച്ച് കൊന്നുകളയാൻ വേണ്ടി, കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടി രണ്ട് ഭാഗത്തും പിടിച്ചു മുറുക്കി വലിച്ച ഒരു സംഭവം പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യുന്ന വ്യക്തിയും അല്ല. 40 വർഷത്തോളം അവിടുന്ന് മക്കയിൽ ജീവിച്ചപ്പോൾ ആ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത പോലും കണ്ടെത്താൻ ഒരു ശത്രുവിനും സാധിച്ചിട്ടില്ല. പക്ഷേ 40 വയസ്സുവരെ വളരെയേറെ ആദരിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ, ഖുറൈശികൾ, അവർ വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളിലുള്ള ന്യൂനതകളും അപാകതകളും ചൂണ്ടിക്കാണിക്കുകയും ശരിയായ വിശ്വാസത്തിലേക്ക്, അഥവാ ലോകം മുഴുക്കെ സൃഷ്ടിച്ചവനും നിയന്ത്രിക്കുന്നവനും എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹുവാണ്, അവൻ മാത്രമേ ഇലാഹുള്ളൂ എന്ന സുന്ദരമായ ആശയം മനുഷ്യൻ വേറൊരു മനുഷ്യന് സുജൂദ് ചെയ്യേണ്ടവൻ അല്ല, വേറെ ഒരു മനുഷ്യന് സാഷ്ടാംഗം ചെയ്യേണ്ടവൻ അല്ല, വേറെ ഒരാൾക്ക് അവരുടെ അടിമത്വത്തിൽ ജീവിക്കേണ്ടവൻ അല്ല. മനുഷ്യൻ ലോകസൃഷ്ടാവായ അല്ലാഹുവിന് സുജൂദ് ചെയ്യേണ്ടവനാണ്, അല്ലാഹുവിനെ ആരാധിക്കേണ്ടവനാണ്. അല്ലാഹു മാത്രമേ ആരാധനക്ക് അർഹൻ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആശയവും ലോകത്തുള്ള സർവ ജനങ്ങളെയും ജിന്നുകളെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട, സർവ നന്മയുടെയും നിമിത്തമായി അയക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു കേവല സാധാരണ മനുഷ്യൻ അല്ല എന്ന സുന്ദരമായ ആശയവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ, അതേപോലെ എല്ലാ നീചകൃത്യങ്ങളെയും തെറ്റുകളെയും അവിടുന്ന് ഘട്ടം ഘട്ടമായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമം ആരംഭിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഭാഗത്ത് വലിയ മദ്യപാനികൾ, കള്ളുകുടിയന്മാർ, വേറൊരു ഭാഗത്ത് പെണ്ണുപിടിയന്മാർ, മറ്റൊരു ഭാഗത്ത് പക്ഷപാതിത്വത്തിന്റെ പേരിലും വർഗീയതയുടെ പേരിലും കുടുംബമഹിമയുടെ പേരിലുമൊക്കെ പരസ്പരം തർക്കിച്ച് കലഹിച്ച് കൊല നടത്തുന്നവർ,
അതിനുവേണ്ടി വെല്ലുവിളിക്കുന്നവർ, നാട്ടിൽ ശരിയും തെറ്റും നോക്കാതെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തും അവരെ ആക്രമിച്ചും അവരുടെ പണം കൈവശപ്പെടുത്തുന്ന വലിയ വലിയ ഭീകരന്മാർ, അങ്ങനെ തുടങ്ങി ധാരാളം ഉചിതമല്ലാത്ത പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ഏർപ്പെടുന്ന സമയം അവരെല്ലാം സന്മാർഗത്തിന്റെ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും ശല്യം ചെയ്തിട്ടില്ല, ആരെയും ഒരു തരിമ്പും ആക്രമിച്ചിട്ടില്ല, ആരെയും ചീത്ത വിളിച്ചിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, ആരെയും വേദനിപ്പിച്ചിട്ടില്ല. അവിടുന്ന് ശരിയായ ആശയം സ്വീകരിക്കാൻ സന്നദ്ധതയുള്ളവർക്ക് സ്വീകരിക്കാമെന്ന നിലക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അതിന്റെ പേരിൽ അങ്ങേയറ്റത്തെ ശത്രുത വെച്ച ആ ആശയവിരോധികളായ ഖുറൈശികൾ, മുശ്രിക്കുകൾ അവിടുന്ന് കഅബ ശരീഫിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ കഴുത്തിൽ മുണ്ടിട്ട് ചുരുട്ടി രണ്ട് ഭാഗവും പിടിച്ചു വലിച്ചു മുറുക്കുകയാണ്. ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ അവർ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യം എല്ലാവരും വിശ്വസിക്കുന്നതിന് മുമ്പ് പുരുഷന്മാരിൽ വെച്ച് ആദ്യമായി വിശ്വസിച്ച വ്യക്തിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുട്ടികളിൽ ആദ്യം വിശ്വസിച്ച ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അടിമകളിൽ ആദ്യമായി വിശ്വസിച്ച ആളാണ് ബിലാലുൽ മുഅദ്ദിൻ. സ്ത്രീകളിൽ ആദ്യമായി വിശ്വസിച്ചവരാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. ആ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച വേറെ ഒരാൾ ഇല്ല. ആരുമില്ലാത്ത സ്ഥലത്തും നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അറിയാം, ഹിജ്റ പോകുമ്പോഴും കൂടെയുള്ളത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിയും വിവരവും ഉള്ള വ്യക്തി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സഹീഹുൽ ബുഖാരിയിൽ കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അല്ലാഹു തആല ഒരു അടിമക്ക് ചോയ്സ് നൽകിയിരിക്കുന്നു, സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം എന്ന അർത്ഥത്തിൽ ചോയ്സ് നൽകിയിരിക്കുന്നു. ആ അടിമ അല്ലാഹുവിന്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടി കരഞ്ഞു. അപ്പോൾ മറ്റുള്ള സഹാബികളിൽ പലരും ധരിച്ചു, ഈ പ്രായമുള്ള ആള് എന്തിനാണ് കരയുന്നത്? ഏതോ ഒരാൾക്ക് പടച്ചവൻ ചോയ്സ് കൊടുത്തതിന് ഈ വ്യക്തി എന്തിന് കരയണം? പക്ഷേ ആ സഹാബികൾ തന്നെ പറഞ്ഞത് കാണാം, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് മനസ്സിലാക്കാൻ അത്രത്തോളം അന്ന് വിവരം ഉണ്ടായില്ല. കാന അബൂബക്കറിൻ അലമന, ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവരമുള്ള ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സഹാബത്തിൽ ഏറ്റവും വിവരമുള്ള ആൾ. ഇമാം ബുഖാരി ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാന അലമന, ഏറ്റവും വിവരമുള്ള ആൾ. ആ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ഈ അടുത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹത്തിന് ദീൻ അറിയില്ല, സുന്നത്ത് ജമാഅത്ത് അറിയില്ല, അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഈ ആണ്ടനുസ്മരണമൊക്കെ ഖുറാഫാത്താണ്. അതുപോലെ സുന്നത്ത് ജമാഅത്തുകാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വിവരക്കേടാണ്. കാരണം അദ്ദേഹത്തിന് തീരെ വിവരം ഇല്ല. അല്ലാഹു തആല പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കാണെല്ലാം വിവരമുള്ള പലരും സഹാബികളിൽ ഉണ്ടായിട്ട് വിവരമില്ലാത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഭരണാധികാരിയാക്കിയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹാബത്ത് ഒരിക്കലും തന്നെ വിവരമില്ലാത്ത ആളെയല്ല ഭരണാധികാരിയാക്കിയത്. കാന അഅലമനാ, ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസാണ്. ഞങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. ഒരു സ്ത്രീ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞു. ആ സ്ത്രീ ചോദിച്ചു, ഞാൻ എരി വരുമ്പോൾ അവിടുന്ന് ഇല്ലെങ്കിലോ? നിങ്ങൾ അബൂബക്കറിനെ വന്ന് കണ്ടാൽ മതി. വഫാത്തിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ പ്രതിനിധിയായി ഭാവിയിൽ വരുന്ന ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് പഠിപ്പിക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ വിവരമുള്ള ആളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. അവർക്കാണ് കൂടുതൽ അർഹത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമായപ്പോൾ നബി തങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി എത്താൻ അല്പം വൈകിപ്പോയപ്പോൾ അവിടെയെല്ലാം നബി തങ്ങളും സഹാബത്തും തെരഞ്ഞെടുത്തത് ഏറ്റവും വിവരമുള്ള സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം ഏറ്റവും വിവരമുള്ള ആളാണ് നേതാവാകേണ്ടത്, ഇമാമത്ത് നിൽക്കേണ്ടത്. അങ്ങനെ ധാരാളം തെളിവുകൾ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വവും വിവരവും പറയാൻ വേണ്ടി. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ, എല്ലാ സ്ഥലത്തും നബി തങ്ങളുടെ കൂടെ സഹായത്തിനുണ്ടായ വ്യക്തിയാണ് ആ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴുത്ത് ഞെരിക്ക് കൊല്ലാൻ ശത്രുക്കൾ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഓടി വന്ന് പിടിച്ചു മാറ്റിയിട്ട് ചോദിച്ചു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരു വ്യക്തിയെ കൊല്ലുകയാണോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ആശയമാണ് റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന്. അത് അംഗീകരിക്കാത്തവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. എന്നാൽ സുബ്ഹാനല്ലാഹ്, മക്കയിലെ മുശ്രിക്കുകൾ റബ്ബ് അല്ലാഹുവാണെന്ന് അംഗീകരിച്ചിരുന്നു എന്നാണ് പുത്തൻവാദികൾ സാധാരണയായി പറയാറുള്ളത്. അങ്ങനെയാണ് അത്തൗഹീദ് എന്ന പുസ്തകം ഇബ്നു അബ്ദുൽ വഹാബ് രചിച്ചതും ആ പുസ്തകത്തിന്റെ ചുവട് പിടിച്ച് പലരും മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അതാണ് അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. അപ്പോൾ ആ മുശ്രിക്കീങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ചോ, റബ്ബി അല്ലാഹ് എന്നുള്ളത് ഞങ്ങളും പറയുന്ന സംഗതി തന്നെയാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. കാരണം അവർ അത് അംഗീകരിക്കുന്നവർ അല്ല. ഇതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ
ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വേറൊരായത്തിൽ ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ അബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഈ ആയത്തിലെല്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? അതുപോലെ പരിശുദ്ധ ഖുർആനിൽ എത്രയെത്ര ആയത്തുകളാണ് ആ വിഷയം പഠിപ്പിക്കാനുള്ള ആയത്തുകൾ ഉള്ളത്. ലോകത്ത് മുഅ്മിനീങ്ങൾ അവർ ഉറച്ചു വിശ്വസിക്കുന്നു, അവരെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്. റബ്ബി അല്ലാഹ്, റബ്ബുന അല്ലാഹ് അവരുടെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം നടത്തുന്നതോടുകൂടെ അവർ നേരെ ചൊവ്വേ ജീവിക്കുന്നു. അവർക്ക് അഹങ്കാരമില്ല, അവർക്ക് അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, ആരോടും വെറുപ്പില്ല. എല്ലാവരും രക്ഷപ്പെടണമെന്ന ചിന്ത. അതിന്റെ പുറമെ ആര് അവരെ എത്ര ബഹുമാനിച്ചാലും ഞാനൊരു വലിയവനാണ്, ഞാൻ ആദരിക്കപ്പെടേണ്ടവനാണ് എന്ന ചിന്തയില്ല. ഞാൻ ജനങ്ങളിൽ ഏറ്റവും പാവപ്പെട്ട ആളാണ് എന്ന് ചിന്തിക്കുന്നു. മറ്റുള്ളവർക്ക് ആദരവും ബഹുമാനവും നൽകുന്നു. ഒരിക്കലും തന്നെ പൊക്കി പറയുന്നില്ല. ഖുർആൻ പറഞ്ഞില്ലേ, ലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നന്നാക്കി പറയരുത്, ശരീരത്തെ പൊക്കി പറയരുത്, നിങ്ങളെ നിങ്ങൾ പുകഴ്ത്തി പറയരുത്. കാരണം ഹുവ അഅലമു ബിമൻ ഇത്തഖാ, അല്ലാഹുവാണ് അറിയുന്നവൻ ആരാണ് തഖ്വയുള്ളവൻ, ആരാണ് ഭക്തിയുള്ളവൻ എന്ന് റബ്ബിനാണ് അറിയുന്നത്. നിങ്ങൾക്കറിയില്ല. തഖ്വയുണ്ടെങ്കിലല്ലേ വിജയമുള്ളൂ, തഖ്വയുണ്ടെങ്കിലല്ലേ രക്ഷയുള്ളൂ. സ്വർഗ്ഗം മുഅദ്ദത്തിൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗം തയ്യാർ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതെ, ആ തഖ്വയുള്ളവർ ആരാണ് എന്നറിയുന്നവൻ അല്ലാഹുവാണ്. ഹുവ അഅലമു ബിമൻ ഇത്തഖാ. നിങ്ങൾ ഒരിക്കലും ലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നന്നാക്കി പറയരുത്. അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുകയും അല്ലാഹു വിരോധിച്ചതൊഴിക്കുകയും മനസ്സിൽ താഴ്മയോടുകൂടി ഞാൻ അല്ലാഹുവിന്റെ പാവപ്പെട്ട ഒരടിമയാണ്, എന്നെ റബ്ബ് രക്ഷപ്പെടുത്തിയാൽ മാത്രം ഞാൻ രക്ഷപ്പെടും, എനിക്ക് എന്റെ ആഖിബത്തിനെ കുറിച്ച് അറിയില്ല, മരിക്കുന്ന സമയത്ത് ഞാൻ സന്തോഷത്തോടെ മരിക്കുമോ അല്ല, എന്നെ മരിക്കുന്ന സമയത്തുള്ള അവസ്ഥ എന്താ, അതിനെക്കുറിച്ച് എനിക്ക് മുൻകൂട്ടി അറിയില്ല. ഞാൻ ആ കാര്യത്തിൽ ബേജാറിലാണ്, ഞാൻ പേടിയിലാണ്. പക്ഷേ എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലുമാണ്. അങ്ങനെ ഖൗഫും റജാഉമായി ജീവിക്കുന്ന ഭക്തിയുള്ള താഴ്മയുള്ള മനുഷ്യർ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, അതേ അവരുടെ പ്രഖ്യാപനം ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, പിന്നെ അവർ നേരെ ചൊവ്വേ ജീവിക്കുന്നു. യാതൊരു വളവും വക്രതയും അതേ വഞ്ചനയും ചതിയും ഒന്നും അവരുടെ ജീവിതത്തിൽ ഇല്ല. സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ഭയമില്ല, അവർക്ക് ടെൻഷനില്ല, അവർക്ക് ഈ ഭൗതികമായ ലോകത്തെ സംബന്ധിച്ച് യാതൊരു പേടിയും ഇല്ല. കാരണം അവർ അല്ലാഹുവിൽ ഹൃദയം തിരിഞ്ഞവരാ, അല്ലാഹുവിലേക്ക് മനസ്സ് വെച്ചവരാ. അവരുടെ സ്നേഹം മുഴുവനും അല്ലാഹുവിനാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവരുടെ സ്നേഹം അങ്ങേയറ്റത്തെ സ്നേഹം അല്ലാഹുവിനോടാണ്. കാരണം അവനെ തന്നെയല്ലേ സ്നേഹിക്കേണ്ടത്. അവൻ തന്നതാണ് കിഡ്നി, അവൻ തന്നതാണ് ഹാർട്ട്, അവൻ തന്നതാണ് ബ്രെയിൻ, അവൻ തന്നതാണ് കരള്, അവൻ തന്നതാണ് എല്ലാ നാഡിനരമ്പുകളും.
അവൻ തന്നതാണ് രക്തം, അവൻ തന്നതാണ് മാംസം, അവൻ തന്നതാണ് മജ്ജ, അവൻ തന്നതാണ് എല്ല്, അവൻ തന്നതാണ് പല്ല്, അവൻ തന്നതാണ് കയ്യും കാലും നാക്കും മൂക്കും. എല്ലാം തന്നവൻ അവനാണ്. അത് മുഴുവനും നിയന്ത്രിക്കുന്നവനും അവനാണ്, ചലിപ്പിക്കുന്നവനും അവനാണ്. അതെ, അത് വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ അവനാണ്. ഈ പാവപ്പെട്ട എനിക്ക് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഏതെല്ലാം നാഡിനരമ്പുകളാണ് ചലിക്കേണ്ടത്, ഏതാണ് അനങ്ങാതെ ചലിക്കാതെ നിൽക്കേണ്ടത് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അത് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എൻ്റെ രാജാവായ റബ്ബ് ചലിപ്പിക്കുകയാണ്, എൻ്റെ റബ്ബ് സംസാരിപ്പിക്കുകയാണ്. എൻ്റെ സംസാരം എൻ്റെ വകയിൽ അല്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എൻ്റെ ശക്തി കൊണ്ടല്ല, ഞാൻ പോകുന്നതും വരുന്നതും എൻ്റെ കഴിവ് കൊണ്ടല്ല. എല്ലാം എൻ്റെ റബ്ബ് അപ്പപ്പോൾ നൽകുന്ന കഴിവുകളാണ്, അപ്പപ്പോൾ തരുന്നതാണ്. ആ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളിൽ, നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉന്നതമായ അനുഗ്രഹം ഹിദായത്തിന്റെ വെളിച്ചമാണ്. ഹിദായത്താണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് നീങ്ങിപ്പോയാൽ ഒന്നുണ്ടായിട്ടും പിന്നെ കാര്യമില്ല. ആ ഹിദായത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകാതെ ഓരോ സെക്കൻഡിലും നമ്മുടെ റബ്ബ് നമുക്ക് ആ വെളിച്ചം നിലനിർത്തി തരണം. അതിനാണല്ലോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പടച്ച റബ്ബിനോട് ഹിദായത്ത് നിലനിർത്തി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ചവർ, എന്നിട്ട് നേർക്കുനേരെ ജീവിച്ചവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നേർക്കുനേരെ ജീവിക്കുന്നവൻ ഒരു നിസ്കാരവും ഖളാ ആക്കുകയില്ല. കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കും. കാരണം നിസ്കാരം ഇല്ലെങ്കിൽ പിന്നെ അവൻ പടച്ച റബ്ബുമായി പിന്നെ എന്ത് ബന്ധമാണ്? പടച്ച റബ്ബിനോട് എന്ത് സ്നേഹമാണ്? വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഏറ്റവും വലിയ സ്നേഹം പടച്ച റബ്ബിനോടാണ് മുഅ്മിനീങ്ങൾക്കുള്ളത്. ആ റബ്ബിനെ സ്നേഹിക്കുന്നതിനാൽ റബ്ബ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറഞ്ഞ, അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി വഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമീ. മദീനയിൽ ചെന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ വലിയ പച്ചക്കുബ്ബയുള്ള ജാറമുണ്ടല്ലോ, അതിന്റെ നേരെ പിന്നിൽ ഹുജ്റത്തു ഫാത്തിമ എന്ന ഒരു റൂമുണ്ടല്ലോ. ആ റൂമിന്റെ വട്ടക്കണ്ണിയുടെ മേലെ, പിത്തലയുടെ വട്ടക്കണ്ണിയുടെ മേലെ കൊത്തിവെച്ച പദ്യമാണ് വഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമീ. എല്ലാ പരിഭ്രമങ്ങളിൽ നിന്നും, എല്ലാ ബേജാറുകളിൽ നിന്നും, എല്ലാ ഭയപ്പെടാനുള്ള വിഷയങ്ങളിൽ നിന്നും ശഫാഅത്ത് ചെയ്യുന്ന നേതാവും പടച്ച റബ്ബിന്റെ ഹബീബുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടിമയെ തല്ലിയപ്പോൾ ആ അടിമ അഊദു ബില്ലാഹ് അഊദു ബില്ലാഹ് എന്ന് അതേ ഒന്നിലധികം തവണ പറഞ്ഞു നോക്കി. പടച്ചവനെ കൊണ്ട്, അള്ളാഹുവിനെ കൊണ്ട് കാക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ അടി നിർത്തി കിട്ടിയില്ല. അപ്പോൾ അഊദു ബിറസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഞാൻ കാക്കുന്നു എന്ന് ആ അടിമ പറഞ്ഞപ്പോൾ
അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടി നിർത്തിപ്പോയി. നബി തങ്ങൾ ആ സമയത്ത് ഇങ്ങോട്ട് കയറി വരികയാണ്. ഇലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ മനസ്സിലാക്കണേ, അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് ഈ അടിമയുടെ മേൽ കഴിവുള്ളതിനേക്കാൾ കഴിവുള്ളവനാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് വിറച്ച അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടിമയെ സ്വതന്ത്രമാക്കി മോചിപ്പിച്ചു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാമല്ലോ. കാരണം അല്ലാഹുവിനോട് കാവൽ ചോദിച്ചു, അഊദു ബില്ലാഹ്. അങ്ങനെ കാവൽ ചോദിക്കുമ്പോൾ ആ കാവൽ ചോദിച്ചത് അല്ലാഹു ഖബൂൽ ചെയ്യാൻ ഫലവത്താകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. ഇസ്തിഗാസ തവസ്സുലാണ്. തവസ്സുലിന്റെ ഒരു ഇനമാണ് ഇസ്തിഗാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഊദു ബി റസൂലില്ലാ എന്ന് പറഞ്ഞു. പടച്ചവന് കാക്കാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞല്ല. അങ്ങനെ ഒരു സഹാബി വിശ്വസിക്കൂല. ഏതുപോലെ നമ്മൾ സാധാരണയായി ബദർ മൗലിദ് ഓതുമ്പോ പടച്ച റബ്ബിനോട് പറയും ബദരീങ്ങൾ കാവലിലേക്കല്ല. അതിന്റെ അർത്ഥം അള്ളാഹ് കാവലി തരാൻ കഴിയാത്തതുകൊണ്ട് ബദരീങ്ങളെ കാവല് വേണമെന്ന് അങ്ങനെ വല്ല മുസ്ലിമും വിശ്വസിക്കോ? അങ്ങനെയല്ല. ബദരീങ്ങൾ കാവലിലേക്കല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ നബി തങ്ങൾ എങ്ങനെ ദുആ ചെയ്തത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ധാരാളമായി പാടിയപ്പോ നബി തങ്ങളുടെ ദുആ അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുവേ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അദ്ദേഹത്തെ നീ ശക്തിപ്പെടുത്തണേ. എന്തേ അള്ളാഹ്ക്ക് ശക്തിപ്പെടുത്താൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഒരൊറ്റ മുസ്ലിം വിശ്വസിച്ചാ മുസ്ലിം ആവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയല്ലേ അതേ അസ്തഖദിറുക ബി ഖുദ്റതിക, പടച്ച റബ്ബേ നിന്റെ ഖുദ്റത്ത് കൊണ്ട് ഞാൻ നിന്നോട് അതാ കഴിവ് തേടുന്നു. ലിഅന്നക തഖദിറു വലാ അഖദിറു, നിനക്ക് കഴിവുണ്ട് എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം അല്ലാഹുവിന്റെ കഴിവ് സ്വന്തം കഴിവാണ്. മറ്റുള്ളവരുടെ എല്ലാ കഴിവുകളും അല്ലാഹു തആല കൊടുക്കുന്നത് കൊണ്ടാണ്. സ്വന്തത്തിൽ ഒരാൾക്കും കഴിവില്ല, സ്വന്തത്തിൽ ഒരാൾക്കും അറിവില്ല, സ്വന്തത്തിൽ ഒരാൾക്കും കേൾവിയില്ല, സ്വന്തത്തിൽ ഒരാൾക്കും കാഴ്ചയില്ല, സ്വന്തത്തിൽ ഒരാൾക്കും ഒന്നുമില്ല. ഏത് സംഗതിയുണ്ടോ എല്ലാം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. അത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ആ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ളവരാണ് സഹാബത്ത്. ആ സഹാബത്ത് അല്ലാഹുവിനോട് കാവൽ ചോദിച്ചിട്ട് അതുകൊണ്ട് കാര്യം നേടിയില്ല. അപ്പോൾ അല്ലാഹു കാവൽ കൊടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനോട് തേടിയതാണ്. അല്ലാഹു കാവൽ കൊടുക്കാൻ കാരണം എൻ്റെ റസൂലിനോട് പറയുന്നുണ്ട്, ആ റസൂല് തള്ളപ്പെടേണ്ട ആളല്ല, എൻ്റെ ഹബീബാണ്. എൻ്റെ ഹബീബിനെ വിളിച്ചിട്ട് ഞാൻ കൊടുക്കാതിരുന്നാൽ അതേ ഹബീബിനോടുള്ള ആദരവിന് അത് വിപരീതമാകും. അതിനാൽ എൻ്റെ ഹബീബിനെ വിളിച്ച സ്ഥിതിക്ക് ഞാൻ കൊടുക്കണം എന്ന് റബ്ബ് തീരുമാനിക്കുകയാണ്. റബ്ബ് അങ്ങനെ കാവൽ കൊടുക്കുകയാണ്. അതാണ് അഊദു ബിറസൂലില്ലാ എന്ന് വിളിച്ചപ്പോൾ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടി നിർത്തിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം കൂടി കേട്ടപ്പോൾ അവിടുന്ന് അടിമയെ മോചിപ്പിക്കുകയും കൂടി ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനെ മുൻനിർത്തി ആ നബി തങ്ങളെ വല്ലവനും റെക്കമെൻഡിന് വിളിച്ചാൽ, ആ നബി തങ്ങളെ വല്ലവനും മുൻനിർത്തി ചോദിച്ചാൽ അവിടെ അല്ലാഹു തആല കൊടുക്കുകയാണ്. അതാണ് വഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഹമീ എന്ന് ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചൊല്ലിയത്. അതാണ് മദീന ശരീഫിൽ
ആ വട്ടക്കണ്ണിയുടെ മേലെ കൊത്തിവെച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അല്ലാഹു മാത്രമാണ് റബ്ബ് എന്നും അവൻ മാത്രമാണ് കൊടുക്കുന്നവനെന്നും അവൻ മാത്രമാണ് തടയുന്നവനെന്നും അതേ മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ദല്ല അനിസ്സബീഹി വന്നദീരി. പടച്ചവൻ അല്ലാഹു മാത്രമാണ്, പടക്കുന്നവൻ അല്ലാഹു മാത്രമാണ്, എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. നിയന്ത്രണം, എല്ലാറ്റിന്റെയും നിയന്ത്രണം അല്ലാഹുവിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കഴിവ് കൊണ്ടും അല്ലാഹു തആല കൊടുക്കുന്ന പവർ കൊണ്ടും പലർക്കും പല നിയന്ത്രണങ്ങളും ഉണ്ടാകും. ഈ വാഹനം നിയന്ത്രിച്ചത് ഡ്രൈവറാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹല്ല എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അല്ലാഹു തആല അദ്ദേഹത്തിന് ആ വണ്ടി ഓടിക്കാൻ കഴിവ് കൊടുത്തു എന്നാണ്. അങ്ങനെ പലതും നമ്മൾ പറയും. അതിന്റെ അർത്ഥം അല്ലാഹു അല്ല എന്നല്ലല്ലോ. എല്ലാം നിയന്ത്രിക്കുന്നവനും എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവനും എല്ലാം അല്ലാഹുവാണ്. ആ അല്ലാഹുവാണ് എൻ്റെ റബ്ബ്. അത് അംഗീകരിച്ച് പ്രഖ്യാപിക്കാൻ യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ തയ്യാറായിട്ടില്ല. അവരോട് വല്ലവരും വാദപ്രതിവാദം നടത്തുന്ന സമയത്ത്, സംവാദം നടത്തുമ്പോ ഖുൽ മർ റബ്ബുസ് സമാവാതി വൽ അർദ്, അല്ലാഹു തആല പറഞ്ഞു, നബിയെ തങ്ങളാ മുശ്രിക്കുകളോട് സംവാദം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം. അതെന്താണ്? മർ റബ്ബുസ് സമാവാതി വൽ അർദ്, അല്ലെങ്കിൽ മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ചത് ആരാണ് എന്നൊരു ചോദ്യം ചോദിക്കണം അവരോടുള്ള സംവാദത്തിൽ. അതേപോലെ മർ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബ് ആരാണെന്ന് ചോദിക്കണം. അപ്പൊ അവർ ഉത്തരം മുട്ടിയിട്ട് അവര് പറയേണ്ടി വരും, അതേ റബ്ബുന അല്ലാഹ്. അതേ, അവര് പറയും അല്ലാഹ്, അല്ലാഹു ആണെന്ന് പറയേണ്ടി വരും. വേറെ മറുപടി പറയാനില്ല എന്നത് അവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി സംവാദത്തിൽ ചോദിക്കുമ്പോൾ അവരെങ്ങനെ മറുപടി പറഞ്ഞിരുന്നു. അത് ഖുർആനിലുണ്ട്. അതിനർത്ഥം അവരൊക്കെ എല്ലാം നിയന്ത്രിക്കുന്നവരും എല്ലാം കൊടുക്കുന്നവരും എല്ലാം പടച്ച റബ്ബാണ് എന്ന് വിശ്വസിച്ചു എന്നല്ല. അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിച്ചില്ല? എന്തുകൊണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല? എന്തുകൊണ്ടവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചില്ല? അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിവരം നമുക്ക് നന്നായി ബോധ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്ത് പിടിച്ച് ജരിക്കുമ്പോ അവിടുന്ന് ചോദിക്കുന്നത്, അതഖതുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന് നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലുകയാണോ? സുഹൃത്തുക്കളെ, എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ചു വരുന്ന റബ്ബ്, ആ റബ്ബിന്റെ പാവപ്പെട്ട അടിമകളായ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെയും അല്ലാഹുവിനെ സ്നേഹിക്കുന്നതോടുകൂടി നമ്മൾ സ്നേഹിക്കുന്നു. അപ്പോഴാണ് ഈമാനിന്റെ മധുരം ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഈമാനിന്റെ മധുരമില്ല. സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അൻ യകൂന അല്ലാഹു സുമ്മ റസൂലുഹു നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുവും അവന്റെ റസൂലും എന്ന് മുതഅല്ലിമീങ്ങൾക്കറിയാം, വാവ് കൊണ്ട് അത്ഫ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇവിടെ സുമ്മയല്ല പറഞ്ഞത്. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അതേ സമയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിക്കണം. അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അങ്ങേയറ്റം സ്നേഹിക്കണം. അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. സ്വന്തം മാതാപിതാക്കളെക്കാൾ, സ്വന്തം മക്കളെക്കാൾ, സ്വന്തം ഭർത്താവിനേക്കാൾ, ഭാര്യയേക്കാൾ, കുടുംബത്തെക്കാൾ, നേതാവിനേക്കാൾ, അനുയായിയേക്കാൾ, സ്നേഹിതനേക്കാൾ, എല്ലാവരെക്കാളും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കണം. ആ അല്ലാഹുവിനോട് സംഭാഷണം നടത്തുന്ന അതേ വളരെ ഗംഭീരമായ ഇബാദത്തല്ലേ നിസ്കാരം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ വിളിച്ച് സലാം പറയുന്ന അതിഗംഭീരമായ കർമ്മമല്ലേ നിസ്കാരം. അതേ റബ്ബിനോട് സംഭാഷണമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു അല്ലാഹ്. മറ്റൊന്നിനെയും ആരാധിക്കാൻ ഞങ്ങളില്ല. നീ നിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട്
ഞങ്ങൾ പലതിനെയും ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. കഅബയെ ആദരിക്കണമെന്ന് നിന്റെ കൽപ്പനയാണ്. ആ കഅബയെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്, അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നുണ്ട്, അതിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യുന്നുണ്ട്, ആ കഅബ പോയി തവാഫ് ചെയ്യുന്നുണ്ട്, ആ കഅബയുടെ മൂലയിൽ വെച്ച ഹജറുൽ അസ്വദ് എന്ന കല്ല് ആദരിച്ച് ചുംബിക്കുന്നുണ്ട്. അതൊന്നും ആരാധനയാകുന്നില്ലല്ലോ. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്ന് ഉറച്ച് വിശ്വസിച്ചവരല്ലേ മുസ്ലിമീങ്ങൾ. ആരാധന എന്ന നിലക്ക് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അതെല്ലാം കേവലം ആദരവാണ്, ബഹുമാനമാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ വല്ലവനും ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ അത് ഭക്തിയുണ്ട് എന്നതിന്റെ ഭാഗമാണ്. ഹൃദയത്തിൽ ഭക്തിയുള്ളവരിൽ നിന്ന് സംഭവിക്കുന്നതാണ്. നമ്മളൊരു വലിയ പണ്ഡിതനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. അത് അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് അറിയുന്ന ആള്, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരക്കാരൻ എന്ന നിലക്കാണ്. നമ്മളൊരു സയ്യിദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട പേരക്കുട്ടിയാണ് എന്ന നിലക്കാണ്. യഥാർത്ഥത്തിൽ ആ ബഹുമാനിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം പറയുന്നുണ്ട്, തങ്ങന്മാരിൽ നിന്നൊരു കൂട്ടരില്ല, സയ്യിദന്മാരിൽ നിന്ന് അങ്ങനെ ഒരു കൂട്ടരില്ല, നബി തങ്ങൾക്ക് പേരക്കുട്ടികളുമില്ല. അങ്ങനെയാണ് പ്രബോധനത്തിൽ ജമാഅത്തുകാരൻ പറയുന്നത്. കാരണം അവർക്ക് ബഹുമാനിച്ചാൽ ആരാധനയായി പോയ പേടിയാണ്. ആരെയും ബഹുമാനിച്ചൂടാ. എത്രത്തോളം തങ്ങളെ കൈപിടിച്ച് ചുംബിക്കുന്നു അതിനെ സംബന്ധിച്ച് പറയാണ്, ചുംബിക്കുകയല്ല വേണ്ടത്, ആ കൈ ഛേദിച്ചു കളിയാണ് വേണ്ടത്, ആ വെട്ടിക്കളിയാണ് വേണ്ടത്. പ്രബോധനത്തിൽ എഴുതിയത് ആ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ. കാരണം അവർക്കാരെയും ബഹുമാനിച്ചുകൂടല്ലോ. ഇതേപോലെ തന്നെ മുജാഹിദും എഴുതിയിട്ടുണ്ട്, സലഫികളും എഴുതിയിട്ടുണ്ട്. അവർ വസ്ത്രത്തില് വളരെ മോശമാക്കി എഴുതിയിട്ടുണ്ട്. അവരെഴുതിയത് കൈപിടിച്ച് ചുംബിച്ചാൽ ശിർക്കാണ്. തങ്ങന്മാരെ കൈപിടിച്ചൊന്ന് ചുംബിച്ചു പോയാൽ അത് പിന്നെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന സംഗതിയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര വലിയ അബദ്ധമാണത്. മഹാന്മാരായ സഹാബത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് ചുംബിച്ചിരുന്നു. അതേ ഇബ്നു അബ്ബാസ് തങ്ങൾ തിരിച്ചും ചുംബിച്ചിരുന്നു. കാരണം എന്തേ? ചുംബിക്കപ്പെട്ട ആള് വലിയ പണ്ഡിതനായ സഹാബിയാണ്, ആലിമാണെന്ന നിലക്കാണ് അങ്ങോട്ട് ചുംബിച്ചത്, സയ്യിദാണെന്ന നിലക്കാണ് ഇങ്ങോട്ട് ചുംബിച്ചത്. സയ്യിദെന്ന് തങ്ങന്മാർക്ക് പറഞ്ഞുകൂടാ എന്ന് ജമാഅത്തുകാരന്റെ പ്രബോധനത്തിലുണ്ട്. എന്നാൽ ഇന്നബിനി ഹാദാ സയ്യിദുൻ, ഇതെന്റെ മോനാണ്, സയ്യിദാണ് എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സയ്യിദ് എന്ന് പറയാൻ പാടില്ല എന്നാണ് ജമാഅത്തുകാരന്റെ ഭാഷ്യം, മുജാഹിദിന്റെ ഭാഷ്യം. എന്താ കാരണം? അവർക്ക് അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അവരത് അംഗീകരിക്കില്ല. അതുകൊണ്ടല്ലേ ഇന്നി ലസ്തു മിഥിലക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനല്ല. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല എന്ന് വ്യക്തമായി ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ, ബുഖാരിയിൽ ഇല്ലേ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ ജമാഅത്തുകാരന്റെ പ്രബോധനവും അതുപോലെ മുജാഹിദിന്റെ പത്രങ്ങളൊക്കെ എന്താ പറയുന്നത്? മുഹമ്മദ് നബി മറ്റു മനുഷ്യരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ശരീരത്തെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം എന്താ എഴുതിയത്? പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ, അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ, പിന്നെ ആ മൃതദേഹങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. മൃതദേഹങ്ങൾ വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത്. പ്രവാചകന്മാരുടെ മൃതദേഹങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യം എന്താണ്? പുറത്തു തന്നെ സൂക്ഷിച്ചാൽ പോരെ. ഇങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം 87 ജനുവരിയിൽ എഴുതി വെച്ചത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അമ്പിയാക്കളെ എത്രയാണ് ഇവർ നിസ്സാരപ്പെടുത്തിയത്,
എത്രയാണ് അമ്പിയാക്കളെ കുറ്റം പറഞ്ഞത്. വഫാത്തായതിനു ശേഷവും സുബ്ഹാനല്ലാഹ് ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അമ്പിയാക്കളുടെ ശരീരം അത് ഭൂമി തിന്നുകയില്ല എന്ന് വ്യക്തമായ ഹദീസ് ഉണ്ടായിട്ട് പോലും മഹാനായ സയ്യിദുനാ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അതേ മറർത്തു ബി മൂസാ ലൈലത്തു ഉസ്രിയ ബി, ഇസ്രാഇന്റെ രാത്രിയിൽ ഞാൻ മൂസാ നബിയുടെ സമീപത്തു കൂടെ പോയി മൂസാ നബിയെ സിയാറത്ത് ചെയ്തപ്പോൾ ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി, മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ റസൂലുള്ളാഹിനെ വിശ്വസിക്കാൻ സലഫികൾ തയ്യാറല്ല, ജമാഅത്തുകാർ തയ്യാറല്ല, അതേപോലെ തബ്ലീഗുകാർ തയ്യാറല്ല, അതേ കള്ളത്തരീഖത്തുകാർ തയ്യാറല്ല, സുന്നത്ത് ജമാഅത്ത് വിട്ട് ആരും തയ്യാറല്ല. അവർക്ക് അവരുടെ സ്വന്തം മതമാണ്. ആ മതം സ്വീകരിച്ച് ആരും ഈമാൻ കളയരുത്. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്തുന്ന, സയ്യിദന്മാരെ കൈവെട്ടണമെന്ന് പറയുന്ന, സയ്യിദന്മാരെ സംബന്ധിച്ച് സയ്യിദ് എന്ന് വിളിക്കാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺകുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടായിട്ടില്ല, കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആൺമക്കളെ മക്കളായാലേ പേരക്കുട്ടിയാവുള്ളൂ, പെൺമക്കളെ മക്കൾ പേരക്കുട്ടിയല്ല. അതുകൊണ്ട് സയ്യിദന്മാർ പേരക്കുട്ടിയല്ല എന്നാണ് പ്രബോധനം പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ ഇന്നബിനി ഹാദാ സയ്യിദുൻ, ഇതെന്റെ മോനാണ്. മകളെ മകനെ കുറിച്ചാ പറഞ്ഞത്. ഇതെന്റെ മകനാണ്, സയ്യിദാണ്. സലഫികൾ ഒരു തെളിവ് പറഞ്ഞ് കേൾക്കണത് എന്താണ്? സയ്യിദന്മാരും തങ്ങന്മാരും ഇല്ല എന്നുള്ളതിന് അവരെ മാസികയിൽ അവർ പറഞ്ഞ തെളിവ് എന്താ അറിയോ? മക്കത്തും മദീനത്തും സയ്യിദ അതേ തങ്ങന്മാരില്ല. മനസ്സിലായില്ലേ? മക്കയിലും മദീനയിലും തങ്ങന്മാരില്ല. സുബ്ഹാന ജല്ല ജലാലു. തങ്ങൾ എന്നുള്ള വാക്ക് അത് മലയാള തങ്ങൾ. ഇവിടെയും മലയാളം സംസാരിക്കുന്ന ആളുകൾ തങ്ങൾ എന്ന് പറയും. തങ്ങൾ എന്ന വാക്ക് മലയാള. മക്കയിൽ മലയാളില്ല, മദീനയിലും മലയാളില്ല, അവിടെ അറബിയ. അതുകൊണ്ട് അവിടെ സയ്യിദ് എന്നാ പറയാ, ഷെരീഫ് എന്നും പറയും. ഷെരീഫ് അതാണ് അൽഫിയന്റെ തുടക്കത്തിൽ പറഞ്ഞത്. മുസല്ലിയൻ അലർ റസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തക്മിലീന ശുറഫാ. ജമ്മു ഷെരീഫിൻ, ഷെരീഫിന്റെ ജംആണ്, ബഹുവചനമാണ് ശുറഫ എന്ന് പറഞ്ഞാൽ. ശുറഫ എന്നും അസ്റാഫ് എന്നൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികൾ, അവിടുത്തെ സന്താന പരമ്പരകൾ, അവിടുത്തെ കുടുംബങ്ങൾ, അവർക്ക് പറയുന്ന പേരാണ്. അപ്പൊ അവിടെ തങ്ങൾ എന്ന് മലയാളം ഉണ്ടാവില്ല. അതുകൊണ്ട് മക്കത്ത് തങ്ങളില്ല എന്ന് പറയണം. സുബ്ഹാനല്ലാഹ്. അതുപോലത്തെ കുറെ ഉണ്ട്, ഒക്കെ ഇപ്പൊ പറയാൻ ഇവിടെ നേരില്ല. ഞാൻ പറഞ്ഞു വന്നത് ആദരവല്ല ആരാധന. കഅബ ശരീഫിനെ ആദരിക്കുന്നുണ്ട്, ആരാധിക്കുന്നില്ല. ഹജറുൽ അസ്വദിനെ ആദരിക്കുന്നുണ്ട്, ആരാധിക്കുന്നില്ല. മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കൂല. കാരണം അവർ 1000 വട്ടം 1000 വട്ടം 1000 വട്ടം ആവർത്തിച്ചു പറയുന്നവരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ആദരവിനർഹർ ധാരാളമുണ്ട്, പലതുമുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളെ കയ്യിൽ മുസ്ഹഫ് കിട്ടിയാൽ നമ്മൾ അതിനെ ആദരിക്കും. മുസ്ഹഫ് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും, ആദരവാണ്. ഉമ്മാനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം, ആദരവാണ്. ബാപ്പാനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം, ആദരവാണ്. ബാപ്പയുടെ ജ്യേഷ്ഠൻ അനുജനെയൊക്കെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം, മക്കളെ, അത് ആദരവാണ്. പ്രായമുള്ളവരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം, അത് ആദരവാണ്. അതേ അമ്മാമനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം, ആദരവാണ്. അതേ ഉമ്മാന്റെ ജ്യേഷ്ഠത്തെയും അനുജത്തെയും ഒക്കെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം, ആദരവാണ്. ആദരവ് ഇസ്ലാമിലുള്ളതാണ്. ആദരിക്കൽ അനിവാര്യമാണ്.
അതില്ലെങ്കിൽ പിന്നെ ഇസ്ലാമിൻ്റെ ചിട്ടയും നയമുള്ളവനാകൂല. മല്ലം യുവഖിർ കബീറനാ വലം യർഹം സഗീറനാ ഫലൈസ മിന്നാ. നബി തങ്ങൾ പറഞ്ഞില്ലേ, വലിയവരെ ബഹുമാനിക്കാത്തവൻ നമ്മളിൽ പെട്ടവനല്ല. അപ്പൊ ബഹുമാനങ്ങളൊക്കെ ആരാധനയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കരുത്. മഹാന്മാരായ ആളുകളുടെ യാറത്തിങ്കലേക്ക് പോയി ബഹുമാനത്തോടെ നിൽക്കും മുഅ്മിനീങ്ങൾ. കാരണം ജീവിതകാലത്ത് അവരോട് കാണിച്ച അതേ ബഹുമാനം മരണത്തിന് ശേഷവും കാണിക്കേണ്ടതുണ്ട്. മരിക്കുന്നതോടെ അവരുടെ ബഹുമാനത്തിനൊരു കുറവുമില്ല. അതുകൊണ്ടല്ലേ അതേ മുഅ്മിനീങ്ങളെ ഖബറിന്റെ മേലെ വിസർജിക്കൽ ഹറാമാണ്, മൂത്രമൊഴിക്കൽ ഹറാമാണ്. കാരണം അതിൻ്റെ ചുവടെ കിടക്കുന്നതൊരു മുഅ്മിനായ മനുഷ്യനാണ്. മുഅ്മിനായ മനുഷ്യന്റെ അതേ ഖബറിന്റെ മേലെ മൂത്രമൊഴിക്കൽ ഹറാം, വിസർജിക്കൽ ഹറാം. കാരണം ആ ഖബറിലുള്ള വ്യക്തിയെ ആദരിക്കണം. മരണപ്പെട്ടതോടുകൂടെ ആദരവ് തീർന്നു എന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമല്ല, ഇസ്ലാമിൻ്റെ നയമല്ല. സുഹൃത്തുക്കളെ, ആ ഖബറിൽ കിടക്കുന്നവരോട് പോയി സലാം പറയണം. അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം. പറയുമ്പോൾ ഖബറിലുള്ളവരെ വിളിച്ച് പറയാനാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ അൻതും ലനാ സലഫുൻ വ നഹ്നു ലക്കും തബഉൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അപ്പോൾ ഖബറിലുള്ള ആളെ വിളിക്കണം, വിളിച്ച് സലാം പറയണം. ഖബറിലുള്ളവരെ വിളിക്കുമ്പോഴേക്ക് ചുരുക്കൊന്നാവൂല. ഇതെല്ലാം ഇസ്ലാമാണ്. ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്ത കക്ഷികൾ പലതും പറഞ്ഞുണ്ടാക്കും, പലതും എഴുതിയുണ്ടാക്കും. ആ വിവരക്കേടുകൾ ചിലർ പദ്യാക്കും, ചിലർ ഗദ്യാക്കും, ഒക്കെ വിവരക്കേടാണ്. അല്ലാഹുവിന്റെ ദീൻ നശിപ്പിക്കുന്ന ഏർപ്പാടാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ അല്ലാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ അല്ലാഹുവിന് കൃത്യമായി ആരാധനകൾ നിർവഹിക്കണം. 5 നേരം കൃത്യമായി നിസ്കരിക്കണം. ഒരു നിസ്കാരവും കളാക്കരുത്. ചിലരുണ്ട് ഇത്തരം പരിപാടിയിലൊക്കെ ഭംഗിയായിട്ട് വരും, ഇശാകരിക്കാതെ പോയി കിടന്നുറങ്ങും. നിങ്ങളാരും അങ്ങനെ ചെയ്യുന്നല്ലോ കേട്ടോ. അങ്ങനെ ഒരാളെ പറ്റി തെറ്റിദ്ധരിക്കാൻ പാടില്ല. നിങ്ങളൊക്കെ കൃത്യമായി നിസ്കരിച്ചിട്ടേ ഉറങ്ങുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കൽ എനിക്ക് നിർബന്ധം. പക്ഷേ ഒരിക്കലും തന്നെ നമ്മൾ നിസ്കാരം കളാക്കരുത്. ഒരു സുബഹിയും ഉദിച്ചതിന് ശേഷമാകരുത്. അതേ സുബഹി കളാകാതെ നിസ്കരിക്കണം. എത്ര വലിയ തിരക്കുണ്ടെങ്കിലും ദുഹറും അസ്റും മഗ്രിബും കൃത്യമായി നിസ്കരിക്കണം. ഇസ്ലാമിൽ വിഷമങ്ങളൊന്നും റബ്ബ് തന്നിട്ടില്ല. കഴിയുന്നതേ റബ്ബ് കൽപ്പിച്ചിട്ടുള്ളൂ, കഴിയാത്തതൊന്നും കൽപ്പിച്ചിട്ടില്ല. നബിയൂനൽ അമീറുൻ നഹീഫ ലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു ലാ നഅമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആവശ്യമുള്ളതെല്ലാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളതെല്ലാം കൽപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് പാടില്ലാത്തതെല്ലാം വിരോധിച്ചിട്ടുണ്ട്. ആ നബിതങ്ങൾ കൽപ്പിച്ചതൊക്കെ എടുത്തുകൊണ്ട് വിരോധിച്ചതൊക്കെ ഒഴിച്ചുകൊണ്ടുള്ള ജീവിതം, അതാണ് ഇസ്തിഖാമത്ത്. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, ഞാനിങ്ങനെ വായിച്ചു നോക്കുകയാണ്, തങ്ങളെത്തി അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്കും അതുപോലെ നമ്മുടെ എല്ലാ സയ്യിദന്മാർക്കും, എല്ലാ ആലിമീങ്ങൾക്കും, എല്ലാ ദീനീ പ്രവർത്തകർക്കും
അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ഹിമ്മത്തോടെ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഇസ്തിഖാമത്ത് റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിച്ച് ഉറപ്പിച്ച് പ്രഖ്യാപിച്ച് സുമസ്തഖാമു, നേർക്കുനേരെ ജീവിക്കുക. സൂരിബേൽ ഉസ്താദ് നമ്മുടെ ദൃഷ്ടിയിൽ നേർക്കുനേരെ ജീവിച്ച ഒരാളാണ്. അനാവശ്യം സംസാരിക്കാനോ, ജനങ്ങളെ ഗീബത്ത് പറയാനോ, കുറ്റം പറയാനോ, ആരെങ്കിലും അവമതിക്കാനോ നിസ്സാരപ്പെടുത്താനോ ഒന്നും പോയ ആളല്ല. വളരെ വിനയത്തോടെ ജീവിച്ച ആളാണ്. ഇസ്തിഖാമത്ത്, നേർക്കുനേരെ ജീവിച്ചു. അങ്ങനെയുള്ള ആളുകൾ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിയില്ല, ദുഃഖമില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതാണ് സാലിഹീങ്ങളായ ആളുകളുടെ ലക്ഷണവും രൂപവും. അവരെ പിന്തുടർന്ന് ജീവിക്കാനാണ് നമ്മളും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കേണ്ടത്. അതേ, പക്ഷേ നമ്മൾ ഒരിക്കലും ഞാനൊരു നല്ലവനാണെന്ന് വിചാരിക്കാൻ പാടില്ല. ഞാൻ സാലിഹീങ്ങളെ സ്നേഹിക്കുന്നവനാണ്, ഞാൻ സാലിഹീങ്ങളിൽ പെട്ടിട്ടില്ല എന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞത്. ഞാൻ സാലിഹീങ്ങളിൽ പെട്ടു എന്ന് മഹാനവറുകൾ കിബിർ പറഞ്ഞിട്ടില്ല. മറിച്ച് അതേ, ഞാൻ സാലിഹീങ്ങൾ എന്ന പട്ടികയിൽ ഞാൻ പെട്ടിട്ടില്ല, പക്ഷേ ഞാൻ അവരെ സ്നേഹിക്കുന്നവനാണ് എന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതാണ് ശരിയായ മാർഗം. നമ്മൾക്ക് സ്വന്തം കിബിർ വരാൻ പാടില്ല. നമ്മൾ വളരെ വിനയത്തോടുകൂടെ ജീവിക്കണം. അതേ സമയത്ത് സാലിഹീങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കണം. മനുഷ്യനെ സ്നേഹിക്കുന്നവരുടെ കൂടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു അക്കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും സർവ്വ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ സഖാഫി അവറുകൾ ഈ സ്ഥാപനം അതിന് ഒരു സ്ഥായിയായ വരുമാനമുണ്ടാക്കാൻ നിങ്ങളോടെല്ലാം സഹായം അഭ്യർത്ഥിച്ചു. ഒരു ഷോപ്പിന് 108 സ്ക്വയർ ഫീറ്റ് വരും. അങ്ങനെയുള്ള ഒരു സ്ക്വയർ ഫീറ്റിന് 1500 വരും. അതുകൊണ്ട് ഒരു റൂമിന് 1,62,000 വരും. അതുകൊണ്ട് അത് കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ അത് കഴിയാത്തവർ 100 സ്ക്വയർ ഫീറ്റ് 50 സ്ക്വയർ ഫീറ്റ് ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ലാഹു തആല അത് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് അത് വിട്ടുകൊടുക്കുന്നു. തങ്ങളവറുകൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങളെല്ലാം വളരെ നന്നായി സഹായിക്കണം എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിന് ധാരാളം സഹായങ്ങൾ നൽകിയവരും നൽകുന്നവരുമുണ്ട്. അല്ലാഹു അവർക്ക് സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം നൽകുമാറാകട്ടെ. അത് വലിയ ഒരു ഭാഗ്യമാണ്. ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീക്ക് ഭക്ഷണം കൊടുക്കുക അത് ചെറിയ ഭാഗ്യമല്ല. മലക്കുകൾ ആദരിച്ച് ചിറക് വിരിച്ചു കൊടുക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ടവരല്ലേ മുതഅല്ലിമീങ്ങൾ. അവർക്ക് നമ്മളെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ എത്ര വലിയ ഭാഗ്യമാണ്. അതിനാൽ അതെന്നും തുടർന്നുകൊണ്ടേയിരിക്കണം, കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നീണ്ട ഒരു യാത്ര കഴിഞ്ഞ് ഇന്നലെ രാത്രി വീട്ടിലെത്തി. അല്പം കിടന്ന് രാവിലെ മുതലേ പിന്നെ ഈ യാത്രയാണ്. ഇനിയിപ്പോ ഇവിടുന്ന് എത്രേ ദൂരെയാണ് പോകേണ്ടത്. അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ തന്നെ തിരിച്ച് UAE-യിലേക്ക് തന്നെ പോകണം. യാത്ര തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്, ഇൽമു പഠിപ്പിക്കാനാണ്, സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കാനാണ്. അൽഹംദുലില്ലാഹ്, ഞാനിവിടെ വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു അവരുദ്ദേശിച്ചത് സബലീകൃതമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് ഉച്ചക്ക് അൽഹംദുലില്ലാഹ് പലരും വന്ന് വലിയ സംഖ്യകൾ നേർച്ച തന്നവരുണ്ട്. അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നിങ്ങളെ ഇവിടെയൊക്കെ നമ്മുടെ റിസീവർ വരും, പഴയ റിസീവറോ പുതിയ റിസീവറോ ആര് വന്നാലും നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കാറുണ്ട്. അത് ഇനിയും തുടർന്ന് നന്നായി കൊടുക്കണം. 90 ലക്ഷം ഉറുപ്പിക വേണം സിറാജുൽ ഹുദയിലെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും ഉസ്താദുമാര് ശമ്പളം കൊടുക്കാനും ഒരു മാസത്തിൽ. അതുകൊണ്ട് നമ്മുടെ ഫാറൂഖ് നാർഷ നിങ്ങളെ നാട്ടുകാരനാണ്. പകരം ഇപ്പോൾ ഖാദർ മുണ്ടശ്ശേരിയാണ് ഈ ഭാഗത്ത് വരാറുള്ളത്. അദ്ദേഹം വരുമ്പോ നിങ്ങളൊക്കെ നല്ല സംഭാവനകൾ കൊടുത്തേക്കണമെന്ന് കൂടി നിങ്ങളെ ഉണർത്തി. ഇവിടെ ഈ കാണുന്ന ആളാണ് ഖാദർ മുണ്ടശ്ശേരി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും നല്ല സേവനത്തിന് തൗഫീഖ് ചെയ്യട്ടെ. സിറാജുൽ ഹുദയുടെ ഒറ്റ റിസീവർക്കും കമ്മീഷനില്ല, എല്ലാവർക്കും ശമ്പളമാണ്.
അതുകൊണ്ട് കൊടുക്കുന്നത് തീർത്തോടെത്തും, ആരും പേടിക്കണ്ട. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളെല്ലാം ഈ അശ്അരിയ എന്ന മഹത്തായ സ്ഥാപനത്തെ നന്നായി സഹായിക്കണം എന്ന് നിങ്ങളെ ഉണർത്തി ഇൻഷാ അല്ലാഹ് തങ്ങളവറുകൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ തങ്ങൾ വലിയ ഭാഗ്യവാനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നൂറുകണക്കിന് മദ്രസകളും സ്ഥാപനങ്ങളും കേരളത്തിലും പുറത്തും നിർമ്മിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ. നിങ്ങളും നിങ്ങളെ കഴിവിൻ്റെ പരമാവധി സഹായങ്ങൾ നൽകണം എന്ന് ഉണർത്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10 മണിക്കപ്പുറം പോയിക്കൂടാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.